ഇത് HMD 110 എന്ന് പറഞ്ഞ ഒരു 4G കീപാഡ് ഫോണാണ്. ഇതിപ്പോൾ ഒരു 4 മാസത്തോളമായി ഞാൻ ഉപയോഗിക്കുന്നു. ഈ ഫോണിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും അതിൻ്റെ ഒരു യൂസർ റിവ്യൂവും അതിൻ്റെ നല്ലതും മോശമായ കുറച്ച് കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഫോണിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നല്ല പ്രീമിയം ഫീലിംഗ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളിലാണ്. നല്ല റബ്ബറൈസ്ഡ് കീപാഡാണ്, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ചെറിയ ഇങ്ങനെ പെയിൻറ്റ് പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നഖം വെച്ച് അമർത്തുമ്പോഴുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കും പെയിൻറ്റ് പോയത്. വേറെ കീപാഡിനൊന്നും ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ ആയിട്ടില്ല. പിന്നെ ചാർജിങ് ടൈപ്പ് C ആണ്, ഒരു ഓഡിയോ ജാക്കുണ്ട്. പക്ഷേ ബോക്സിൽ ഹെഡ്സെറ്റ് വരുന്നില്ല, ചാർജർ മാത്രമേ വരുന്നില്ല. ചാർജർ 5 വോൾട്ടിൻ്റെ 1 ആംപിയർ വരുന്ന ചാർജറാണ്. ഇത്രയുള്ള ഈ ഫോണിൻ്റെ പുറമെ പറ്റി പറയാനുള്ളത്. പിന്നെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോണിൻ്റെ മെയിനായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഇത് ഗാലറി, ഫോട്ടോയും വീഡിയോസ് ഇതിലുണ്ടാവും. ഫോൺ കോൾ ലോഗോ, കോണ്ടാക്റ്റ് 2000 കോണ്ടാക്റ്റ് സേവ് ചെയ്യാനുള്ള ഒരു ഫോൺ മെമ്മറി ഉണ്ട്. GS Pay നല്ല പക്ക വർക്കിംഗ് ആണ്. നമുക്ക് സ്കാൻ ചെയ്ത് പേ ചെയ്യാം, നമ്പർ അടിച്ച് പേ ചെയ്യാം. മൊബൈൽ നമ്പർ അടിച്ച് പേ ചെയ്യാം, UPI വെച്ച് ചെയ്യാം. ഫോൺ നമ്പർ, കോണ്ടാക്റ്റിലെ ഫോൺ നമ്പർ സെർച്ച് ചെയ്ത് ചെയ്യാം. പിന്നെ റേഡിയോ FM നല്ല ക്ലാരിറ്റിയുള്ള FM ആണ്. ഇതിപ്പോൾ എൻ്റെ വീട് വലിയ സിഗ്നൽ ഇല്ലാത്തൊരു സ്ഥലത്താണ്. പുറമേയെല്ലാം പോയി കഴിഞ്ഞാൽ ഹെഡ്സെറ്റൊന്നും വേണ്ട. നല്ല വയർലെസ് FM, നല്ല ക്ലാരിറ്റിയുള്ള FM ആണ്. FM നല്ല ക്ലാരിറ്റിയാണ്. പിന്നെ വരുന്നത് ഇതാ ഫോണിൻ്റെ മെയിനായിട്ടുള്ളൊരു 4G കണക്ടിവിറ്റിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ യൂട്യൂബിനെ കൊണ്ട് ഒരു കാര്യമില്ല. യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ല. യൂട്യൂബ് മ്യൂസിക്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് പാട്ട് കേൾക്കാം, അത് നല്ലൊരു ഉപകാരമാണ്. ഇത് റേഡിയോ, ഓൺലൈൻ റേഡിയോ ആണ്. ഇത് നമുക്ക് പാട്ട് കേൾക്കാൻ ഉപയോഗിക്കാം. വിക്കിപീഡിയ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മളെ ടച്ച് ഫോൺ പോലെ വലിയ ഇങ്ങനെ ആവില്ല, എന്നാലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് എന്തൊക്കെയോ വായിക്കാനും കാര്യങ്ങൾക്കും എല്ലാമായിട്ട് ഉപയോഗിക്കാം. വിക്കിപീഡിയ, BBC ന്യൂസ്, ന്യൂസ് BBC ന്യൂസിൽ വരുന്ന തന്നെ കൂടുതലായിട്ടും ഇതിലേക്ക് വരിക. BBC ന്യൂസ് അത് വരുമ്പോൾ ഹിന്ദി വരും, ഇതിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൽ വരും. ഇതിപ്പോൾ നമ്മൾ വെതറിൽ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല എന്നല്ല, ഞാൻ വെറുതെ കാണിക്കുന്നതാണ്.
സിറ്റീസിൽ ലൊക്കേഷൻ കണ്ണൂരിലെ കാലാവസ്ഥ നിലവാരം ഇങ്ങനെയാണ്. സെറ്റിങ്സ് എല്ലാം ഉപകാരമുള്ള സെറ്റിങ്സാണ്, പക്ഷെ നമുക്ക് ഈ ചെറിയ ഫോണിൽ ഇതിനെ കൊണ്ടൊന്നും ആവശ്യമില്ല. എന്നാലും പ്രോപ്പറായി വർക്ക് ചെയ്യും. എക്സ് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലൊന്നും മെസ്സേജൊന്നും അയക്കാൻ പറ്റില്ല. ഫേസ്ബുക്ക് വെറുതെ ഇങ്ങനെ കാണാം. ഇതിൽ സെർച്ച് ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കാം. പക്ഷേ ഈ സാധനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൽ കുറച്ച് പണിയാണ്. ഈ മേലെയുള്ള ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ വോളിയം കൂട്ടാനും കുറക്കാനും പറ്റും. ഇതെല്ലാം പിന്നെ പെട്ടെന്ന് ഇതൊന്നും വലിയൊരിതില്ല. എന്നാലും ഞാൻ പിന്നെ ഫോൺ എടുക്കാൻ വേണ്ടിക്ക് ഇങ്ങനെ ഡീപ്പായി സെർച്ച് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ പറയുന്നതാണ്. പിന്നെ ക്രിക്കറ്റ് ന്യൂസ്, സ്കോറും കാര്യങ്ങളും അറിയാൻ. ബാക്കിയെല്ലാം ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. റേഡിയോ, യൂട്യൂബ് മ്യൂസിക്, പിന്നെ GS Pay, ഇത് മൂന്നുമാണ് ഈ ഫോണിൽ നല്ല ഉപകാരപ്പെടുന്ന രീതിയിൽ ക്ലാരിറ്റിയോടെയുള്ള സാധനങ്ങൾ. പിന്നെ വോയിസ് ക്ലാരിറ്റിയൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ വോളിയത്തിൽ, ലൗഡ് സ്പീക്കർ അല്ലാണ്ട് സാധാ വോളിയത്തിൽ ഫുൾ വോളിയത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 3 മീറ്റർ ദൂരത്തിന് വരെ കേൾക്കുക. അത്രയും ലൗഡാണ്. നല്ല കണക്ടിവിറ്റിയാണ്. പിന്നെ പറയാനില്ല, നല്ല ഒരു ഇതാണ്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. 4 മാസം വരെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ചെറിയൊരു പ്രശ്നം പറ്റിയത്, ഞാൻ അതിൽ BSNL സിം ഇട്ടിട്ട് ഉപയോഗിച്ചായിരുന്നു. ആ സമയത്ത് എനിക്ക് GS Pay കുറച്ച് ലാഗ് ഉണ്ടായിന്. നമ്മളിപ്പോൾ ക്യാഷ് അയച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് അക്കൗണ്ടിലേക്ക് പോയിരുന്നത്. ഇപ്പോൾ ജിയോൻ്റെ സിം ഇട്ടത് പിന്നെ ആ പ്രശ്നം മാറി. ഇപ്പോൾ നല്ല രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നു. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് സെക്കൻഡറി ഫോണായിട്ട് പോക്കറ്റിലിട്ട് നമുക്കിപ്പോൾ വർക്ക് ചെയ്യുമ്പോഴും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയുള്ള സമയത്ത് പോക്കറ്റിലിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ടച്ച് ഫോൺ അങ്ങനെ നമുക്ക് പോക്കറ്റിലിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കാര്യം കൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയെല്ലാമാണ് കാര്യങ്ങൾ. ഓക്കെ എന്നാൽ താങ്ക് യു.